ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫുൾ ചിക്കൻ വറുത്തൊരു ഗ്രേവിയൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ഓൾ എന്ന് പറഞ്ഞിട്ട് തൊട്ടേക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാനിപ്പം ഒത്തിരി നാളുകൂടി ഇടുന്ന വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയിട്ട് ഫുൾ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു ചിക്കൻ എടുത്ത് കഴുകി നമ്മൾ നല്ലതായിട്ട് വരഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1.25 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. തൈര് നല്ലതായിട്ട് വേണം. 1/4 കപ്പ് തൈരിട്ട് കൊടുക്കുന്നുണ്ട്. തൈരിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1.25 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് നല്ലതായിട്ട് കുരുമുളക് പൊടി ചേർക്കണം. അപ്പം നമ്മൾ മുമ്പോട്ടുള്ള മസാലയ്ക്കകത്തൊക്കെ കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെരട്ടാനായിട്ട് 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളിടണം. ഞാൻ 2.25 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കണമെങ്കിൽ അതും നമ്മുടെ എരിവുള്ള മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ മൊത്തം ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. ഇത് 2.25 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയില്ല, അതൊരു ശക്കല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നമുക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യണം. ഉപ്പ് ഇട്ട് നമുക്ക് നല്ലതായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഉപ്പ് ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലതായിട്ട് കുഴച്ച് നല്ല പരുവത്തിന് ആക്കിയെടുക്കണം. നമ്മുടെ തൈരും നമ്മുടെ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ചിക്കനകത്തോട്ട് നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം. ചിക്കനെ നമ്മൾ വരഞ്ഞ വെച്ച് അതിനകത്തൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത് നല്ലതായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തിട്ട് ഇത് ഇപ്പം നമ്മൾ നാളെ വെക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ തേച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നാളെ ആകുമ്പോൾ നല്ലതായിട്ട് മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്ന് തന്നെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ മേടിച്ച് 1 മണിക്കൂറെങ്കിലും വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മസാല ഒന്നും പിടിക്കത്തില്ല. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് തേച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നല്ലതായിട്ട് എല്ലാ ഇരിക്കുന്ന മസാല എല്ലാം തൂത്ത് വടിച്ച് തേച്ച് വെക്കുന്നുണ്ട് ഇതിലോട്ട്. ഇതിനകത്തൊക്കെ നല്ലതായിട്ട് തേക്കണം മസാല. ഫുള്ളായിട്ടൊരു ചിക്കൻ ഇടുമ്പോൾ അതിനകത്തൊക്കെ നല്ലതായിട്ട് മസാല ചേർക്കണം. നല്ലതായിട്ട് മസാല ചേർത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. 1 മണിക്കൂറോളം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കി എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ട് പെരുംജീരകം, നല്ല ജീരകം, പിന്നെ നമ്മൾ കുരുമുളകും കറുവാപ്പട്ട, ഒരു 4-5 ഏലക്കായും 4-5 ഗ്രാമ്പും ഇട്ട് നല്ലതായിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. നല്ലതായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നല്ലതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് മാറ്റാം. പെരുംജീരകവും നല്ല ജീരകവും മസ്റ്റായിട്ട് ഇടണം, ഒരുപോലെ തന്നെ ഇടണം. മാറ്റി വെക്കാം. ചിക്കൻസിൻ്റെ അടുപ്പ് വെച്ച് നമുക്ക് നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കറി വെക്കുന്നതിൽ നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് സവോള, ഒരു വലിയൊരു സവോള അരിഞ്ഞ് നമുക്ക് സവോള മാത്രം ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കതാകുമ്പം നമ്മുടെ മസാല എടുത്ത് വെച്ച ജാറിനകത്തോട്ട് നമ്മുടെ സവോള വഴറ്റിയത് എടുത്ത് കോരി വെക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വഴറ്റിയാൽ മതി. നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സവോള വഴറ്റിയ എണ്ണയ്ക്കകത്ത് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കാം. ചിക്കൻ എടുത്ത് മൂടി വെക്കണം. പിന്നെ സമയം പോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. അത് മൂടി വെക്കാം. പിന്നെ നമ്മുടെ മസാല എടുത്ത് വെച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് നട്ട്സും എടുത്ത് വെച്ച് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആ സമയത്ത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മാക്സിമം ഒരു 10-20 മിനിറ്റ് മതി ചിക്കൻ റെഡിയാകാൻ. ആ ചിക്കൻ എടുത്ത് മാറ്റി ആ അരപ്പ് നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അരപ്പ് ശകലം തൈര് ഒഴിച്ചാണ് അരച്ചേക്കുന്നത്.
അത് നമുക്ക് ആ എണ്ണയ്ക്കകത്ത് ഒരു തരുപോലെ എണ്ണ മാറ്റിയില്ല, നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നമുക്ക് അതിനകത്ത് എടുത്തിട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ മേളിലെല്ലാം മസാലയെല്ലാം നല്ലതായിട്ട് കോരിയിടണം. ആ ചിക്കൻ എല്ലാം റെഡിയാക്കി വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ മസാല എല്ലാം നല്ലതായിട്ട് മേലെല്ലാം കോരിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിക്കണം. ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് നോക്കി ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ലാസ്റ്റ് പരുവം കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ജീരകം ഇടുമ്പോൾ നല്ല ജീരകം ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്